ഇനി അടുത്തത് ഭഗവതിക്ക് കളം വരച്ച് തുള്ളുന്ന ഒരു രംഗാണ് കേട്ടോ. തുള്ളുന്ന വ്യക്തി വ്രതം എടുത്ത് പ്രാർത്ഥിച്ച് അത്രമാത്രം ഒരുങ്ങിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തുള്ളാൻ സാധിക്കുന്നത്. ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ എന്നോട് പറഞ്ഞതാണ് ആ പ്രാർത്ഥനയും വ്രതവും എല്ലാം നമ്മൾ എടുത്തതിന് ശേഷം ചെണ്ടമേളത്തിന്റെ താളവും ഇമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതാണ് എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്. കണ്ടു നിൽക്കാൻ നമുക്ക് അത്രമാത്രം എളുപ്പമല്ല കേട്ടോ. കാരണം തുള്ളുന്ന വ്യക്തിയെ നമ്മൾ അത്രമാത്രം അറിയുന്നതായതുകൊണ്ടും പിന്നെ എന്താ പറയാ അവരുടെ ആ ഒരു അപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറ നിറയ്ക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അത് അവരുടെ നേർച്ചയുടെ ഭാഗമായിട്ടാണ്. പലതരത്തിലുള്ള പറകളുണ്ട്. മഞ്ഞൾ, അവല് അങ്ങനെ പലതരത്തിലുള്ള പറകൾ അവർ നിറയ്ക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ സമയം കഴിയുമ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്കുള്ള സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി. പിന്നെ ആദ്യം തന്നെ അവര് സദ്യ വിളമ്പുമ്പോൾ ഒരു വിളക്ക് കത്തിച്ച് ഒരു തൂശനിലയില് എല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ടാണ് കേട്ടോ പിന്നെ സദ്യക്കായിട്ട് എല്ലാവർക്കും വിളമ്പുക. അപ്പൊ ആ കാഴ്ചയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അത്രമാത്രം ഒരുക്കത്തോടു കൂടിയാണ് അവര് നല്ല രീതിയിലാണ് അവരത് വിളമ്പുന്നത്. പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് തന്നെയാണ് ആ ഒരു ഇലയിൽ അവര് ഭക്ഷണം വിളമ്പുന്നത്. ഇനി നമ്മൾ കാണുന്നത് നന്ദുണിപ്പാട്ട് പാടുന്നതാണ് കേട്ടോ. ദേവിയെ ആരാധിക്കുന്ന തുല്യമായിട്ടാണ് അവരവിടെ ഇരുന്ന് ആ നന്ദുണി മീട്ടുന്നത് കേട്ടോ. ഒരാൾ നന്ദുണി മീട്ടുകയും മറ്റൊരാൾ പാട്ട് പാടുകയും ചെയ്യുന്നു. പിന്നെ ഉച്ചയായി നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് കേട്ടോ. സദ്യയോടുകൂടി കാലത്തത്തെ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വൈകിട്ട് 6 മണിയാണ് കേട്ടോ. ഇനി വൈകിട്ടത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ മുത്തപ്പന്റെ കളം വരയ്ക്കലാണ്. അതിനുശേഷം താലി വരവേൽപ്പ് അങ്ങനെയൊക്കെ. വളരെ ഒറിജിനാലിറ്റി ആയിട്ടാണ് കേട്ടോ അവർ ആ കളം വരയ്ക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അത്രമാത്രം ഗംഭീരമായിരുന്നു. കുറെ സമയമൊന്നും എടുത്തില്ല അവർക്കത് വരയ്ക്കാനായിട്ട്. അവരുടെ കഴിവ് പറയാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഭംഗിയായിട്ടായിരുന്നു. നല്ല ഫിനിഷിങ്ങും. അവരത് ഒരു പ്രാവശ്യം തെറ്റിയിട്ട് പിന്നെ മാറ്റി അങ്ങനെയൊന്നുമില്ല. ഒറ്റ വരയ്ക്കലിലാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് ആ കളറിങ്ങും എല്ലാം അത്രമാത്രം പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. ഞാനത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്കത് പറഞ്ഞിട്ടും തീരാത്തത്. നമ്മുടെ കൂടെയുള്ളത് വിജയം വെളിച്ചനാണ്. വിജയം വെളിച്ചൻ നമുക്ക് ഈ അമ്പലത്തിനെ പറ്റിയും അതിന്റെ ചരിത്രമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. എന്താണ് വിജയം വെളിച്ച ഇതിന്റെ അമ്പലത്തിന്റെ ചരിത്രം, പൂർവ്വകാല ചരിത്രം നമ്മളോടൊന്ന് പങ്കുവയ്ക്കും. പൂർവ്വകാല ചരിത്രം എന്ന് പറയുമ്പോ കാരണന്മാരെന്ന് പറഞ്ഞാൽ അച്ഛൻ, വല്യച്ഛൻ, മുത്തശ്ശന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള ആരാധനയായിരുന്നു നമ്മുടെ ഇവിടെ ഈ പാലയുടെ താഴെയുള്ള ഒരു തറ. എൻ്റെ ചെറുപ്പകാലത്ത് അവിടെ വല്യച്ഛൻ തുള്ളലും കോഴി കലശം കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആ തറ കാലക്രമേണ നാശം വന്നുപോയി. പക്ഷെ അപ്പോൾ കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്ന കാരണം കൊണ്ട് ഞങ്ങൾ പറവൂർ തന്ത്രികളെ, ശ്രീധരൻ തന്ത്രികളെ കൊണ്ടുവന്ന് അഷ്ടമംഗല്യം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഭഗവത് സാന്നിധ്യം ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി. അപ്പോഴാണ് ഞങ്ങൾക്ക് മുമ്പേ അറിയാം നമ്പൂരിശ ഇവിടെ ഉണ്ടെന്നുള്ളത്. നമ്പൂരിശൻ മുഖാന്തരമാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തെ, ഈ മൂർത്തികളെ കുറിച്ച് തന്നെ അറിയുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ വെച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവണം. പക്ഷേ സ്ഥലവും ഒന്നും അന്ന് കൈവശം വേറെ ആൾക്കാരുടെ കയ്യിലൊക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ സർവനാശമായി. കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം വീണ്ടും ഞങ്ങളത് നമ്പൂരിശനെ പല വീടുകളിലിരുത്തി ആരാധിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ക്ഷേത്രം പണിയുന്ന കുടുംബസമേതം ഇരിക്കാനാണ് നമ്പൂരിശന് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ക്ഷേത്രത്തെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഒരു 5 സെന്റ് സ്ഥലം, പിന്നെ അത് 8 സെന്റ് സ്ഥലമാക്കി. അങ്ങനെ ഈ മൂർത്തികളെ, ഇപ്പോൾ മൂർത്തികൾ എന്ന് പറയുമ്പോൾ നമ്പൂരിശനും സേവാഭഗവതിയും ഭദ്രകാളിയമ്മയും ഭുവനേശ്വരിയമ്മയും ഗുരുമുത്തപ്പനും വീരഭദ്രസ്വാമിയും വിഷ്ണുമായ സ്വാമിയും മുത്തശ്ശിയും കൂടിയിരിക്കുന്ന ഒരു നാഗദൈവങ്ങളും കൂടി അടങ്ങുന്ന ഒരു സന്നിധിയായി ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് വലിയൊരു ക്ഷേത്രമായിട്ട് മാറി. അപ്പൊ അതിന്റെ ഇപ്പൊ അത് 13 വർഷമായി
13 വർഷമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടിന്യൂ ഉത്സവം ഇപ്പോൾ നമ്മള് ഉത്സവം നടത്തുന്നുണ്ട്. നടത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ ഒന്നിനും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 13 വർഷമായി ഇവിടെ വരുന്നവർക്കും ഇതുവരെ ഇപ്പോൾ അതിനുശേഷം കുടുംബങ്ങളിലൊന്നും വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ തരണം ചെയ്ത് ആ മൂർത്തികളെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ പുണ്യം. ഇപ്പൊ ഉത്സവം തുടങ്ങിയപ്പോ നമ്മള് ഹോമം ചെയ്തിരുന്നു. ഹോമം അത് അത് എന്തിന്റെ ഭാഗമായിട്ട്? അത് ഗണപതി ഹോമം അത് സർവ്വസാധാരണയാണ്. ഒരു എല്ലാ ക്ഷേത്രത്തില് അമ്പലങ്ങളിലും എല്ലാ അമ്പലത്തിലും ഉത്സവത്തിന് മുമ്പായിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗണപതിക്കുള്ള ഇതാണ്, ഗണപതി ഹോമമാണ് അത് നടന്നത്. അതിനുശേഷമാണ് ഭഗവതിമാർക്കൊക്കെ കലശാടലും മറ്റുള്ള മൂർത്തികൾക്കൊക്കെ കലശാടലും ഉണ്ടാവുക. അത് മെയിൻ തന്ത്രികളാണ് വരിക. ആ കർമ്മം വർഷത്തിലൊരിക്കലാണ് നടക്കുക. അന്നത്തോടുകൂടിയാണ് ഉത്സവവും എല്ലാ ചടങ്ങുകളും ഞങ്ങൾ എല്ലാം മുമ്പത്തെക്കാളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇപ്പൊ പോകുന്നത്. അന്നദാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി അവസാനിക്കുമ്പോ എന്തിട്ട് പ്രത്യേകത? അവസാനിക്കുമ്പോ ഇനിയിപ്പോ അടുത്തിപ്പോ ഈ സമയം 6-6:30 ആവുമ്പോ താലിവരവുണ്ട്. രാവിലത്തെ അമ്പലങ്ങളിൽ അല്ല, നിന്നാണോ അതോ ഓരോ വ്യക്തികളുടെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള വീടുകളിൽ നിന്നാണ് അത് തുടങ്ങുക. കാലത്തെ ഭഗവതി കളം കഴിഞ്ഞു, അതില് നൃത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ 6-7 മണിയാകുമ്പോൾ താലിവരവോടുകൂടി ദീപാരാധന നടക്കും. ആ ദീപാരാധന കഴിഞ്ഞ് പിന്നെയാണ് മുത്തപ്പന്റെ കളം തുടങ്ങുക. മുത്തപ്പന്റെ കളം തുടങ്ങി അത് അവസാനിച്ച് വീണ്ടും വിഷ്ണുമായയുടെ കളാണ് ലാസ്റ്റ് വരിക. ആ വിഷ്ണുമായയുടെ കളത്തോടുകൂടി ഒരു വെളുപ്പാങ്കാലം ഒരു 3-4 മണിയാവുന്നതോടുകൂടിയാണ് ആ കളം കഴിയുക. അതോടുകൂടി ക്ഷേത്ര ചടങ്ങുകളൊക്കെ അവസാനിക്കും. ഒരു വർഷത്തെ കാത്തിരിക്കും. അങ്ങനെ അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വല്യച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ വല്യച്ഛന് നന്ദി. ശരി, താങ്ക് യു. ഞാൻ വല്യച്ഛനോട് അമ്പലത്തിനെ പറ്റി അതിന്റെ പൂർവ്വകാല ചരിത്രമൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെയാണ് കേട്ടോ വല്യച്ഛൻ വന്നതും എനിക്ക് പറഞ്ഞു തന്നതൊക്കെ. ഇപ്പൊ നമ്മൾ കാണുന്നത് താലി വരവേൽപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ ആന്റി കയ്യിൽ പിടിച്ചിരിക്കുന്നത് അഷ്ടമംഗല്യാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും മേളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഒരു വീട്ടിലേക്ക് പോവുക. അപ്പൊ ആ വീട്ടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ കളമൊക്കെ വരച്ച് അഷ്ടമംഗല്യം സ്വീകരിക്കാനായിട്ട് അവര് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് അവർ ഉണ്ണിയപ്പവും വെട്ടയപ്പവും പിന്നെ വെള്ളമൊക്കെ തന്നിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കൊടുത്തിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ അതാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ അഷ്ടമംഗല്യം ഈ വീട്ടിൽ വെച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി താലി വരവേൽപ്പായിട്ട് അമ്പലത്തേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ കുത്തുവിളക്കും തുള്ളലും പിന്നെ കുരവയൊക്കെ ഇട്ടിട്ട് നല്ല അതിഗംഭീരമായിട്ടുള്ള ആഘോഷത്തോട് കൂടിയിട്ടാണ് ഇനി അമ്പലത്തിലേക്കുള്ള താലി വരവേൽപ്പ്. താലി വരവേൽക്കാനുള്ള താലൊക്കെ അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെ ചുമ്മാ നിന്നപ്പോ സെൽഫി റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് താലി വരവേൽപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഇനി ദീപം തെളിയിച്ച് പറ നിറച്ച് തുള്ളിയിട്ടാണ് കേട്ടോ താലി വരവേൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വർഷം ഇവിടെ ഈ സമ്പാളൂർ നാട്ടിൽ ജീവിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തില് ഉത്സവം കാണുന്നത്. ഇത്രയും ആഘോഷകരമായിട്ട് ആഡംബരമായിട്ട് നടക്കുന്ന ഉത്സവം ഇത്രയും നാൾ മിസ് ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ചെണ്ടമേളം തുടങ്ങി. അതിനുശേഷം എല്ലാവരും താലൊക്കെ കയ്യിൽ പിടിച്ച് നിന്നു കേട്ടോ. പിന്നെ ഒരു ആന്റിയുടെ കയ്യിൽ അഷ്ടമംഗല്യം, പിന്നെ ആ ചേച്ചി പിടിച്ചിരിക്കുന്ന പാത്രത്തിൽ നിറയെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. പിന്നെ ഒരു ആന്റി കയ്യിൽ പിടിച്ചിരിക്കുന്നത് രാമായണം പുസ്തകവും പിന്നെ കുപ്പിവള, കൺമഷി അങ്ങനത്തെ എല്ലാം നിറച്ചൊരു പാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാവരുടെ കയ്യിലും നമ്മൾ സാധാരണ താലം പാത്രത്തിൽ പൂ നിറച്ച് ചിരാത് കത്തിച്ച് അങ്ങനത്തെ താലാണ് കേട്ടോ ബാക്കി എല്ലാവരുടെ കയ്യിലിരിക്കുന്നത്.
പറ നിറയ്ക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഇനി എല്ലാവരും ആ പറയ്ക്ക് ചുറ്റും വലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് താലപ്പൊലി നീങ്ങുന്നത് കേട്ടോ. ഇപ്പൊ കാണുന്നതാണ് കേട്ടോ ശരിക്കും താലി വരവേൽപ്പ്. എല്ലാവരും അണിനിരന്ന് കുത്തുവിളക്കും അഷ്ടമംഗല്യം കുടയൊക്കെ നിവർത്തി നല്ല ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി താലി വരവേൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും നല്ല അച്ചടക്കത്തോട് കൂടിയിട്ടാണ് കേട്ടോ താലി വരവേൽക്കുന്നത്. എല്ലാവരുടെയും മനസ്സ് നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയായിരുന്നു കേട്ടോ അവരാ താലി വരവേൽക്കുന്നത് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ആർപ്പേ ആർപ്പ് ആർപ്പ് അങ്ങനെയൊക്കെ വിളിച്ച് ആണ് കേട്ടോ അവരത് നീങ്ങുന്നത്. സന്തോഷത്തിൻ്റെയും അവർക്ക് മനസ്സിൽ അതിയായ സന്തോഷവും അവർക്കുണ്ട്. അതും അവർ പ്രകടിപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ താലിയെ വരവേൽക്കുന്നത്. പിന്നെ എല്ലാ വീടുകളുടെ മുൻപിലും അവര് ദീപം തെളിയിച്ച് ചിരാത് കത്തിച്ചിട്ടൊക്കെയാണ് താലിയെ വരവേൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ചെണ്ടമേളം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനത് മ്യൂട്ടാക്കിയിട്ടിരിക്കുന്നത്. ഇത് രാത്രിയിലത്തെ കാഴ്ചയാണ്. അതിമനോഹരമായിരുന്നു കാണാനായിട്ട്. കണ്ണിന് കുളിർമയേകുന്ന ഇമ്പമേകുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. കണ്ണിനും കാതിനും ഇമ്പം തന്നെയായിരുന്നു. നല്ല ശ്രുതി താളത്തോട് കൂടിയിട്ടുള്ള മേളായിരുന്നു. പിന്നെ ഞാൻ അവിടെ എത്തി ആ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കാണുന്ന കാഴ്ച ഇതാണ്. പിന്നെയും പിന്നെയും ഞെട്ടുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു കാഴ്ച. എത്ര ഫിനിഷിങ്, ഞാൻ പറഞ്ഞാൽ അത് മതിയാവില്ല. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. മരിച്ചുപോയ പൂർവികരെ സ്മരിക്കാനാണ് കേട്ടോ ഇങ്ങനെ മുത്തപ്പന് കളം വരയ്ക്കുന്നത്. ഇനി എല്ലാവരും താലിയുമായി വന്ന് അമ്പലത്തിന് ചുറ്റും വലം വെച്ച് തുള്ളി അങ്ങനെയാണ് കേട്ടോ താലി വരവേൽപ്പ് അവസാനിക്കുന്നത്. ആ കാഴ്ചയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഉത്സവം എൻജോയ് ചെയ്ത പോലെ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.